ഇന്നിപ്പോൾ രാവിലെ ഇവിടെ കുന്നപ്പുഴ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമുള്ള പ്രചരണം നമുക്ക് ഒത്തിരി പോയിന്റ് ഉണ്ടായതുകൊണ്ട് തീർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രാവിലെ ഈ ബാക്കിയുള്ള തൃക്കണ്ണാപുരം വാർഡിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കയറുകയാണ്. നല്ല ഓളമാണ്, നല്ല സ്നേഹമാണ്. തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. ഏറെ വ്യക്തിബന്ധമുള്ള ഈ വി ശിവൻകുട്ടിയാണ് LDF സ്ഥാനാർത്ഥി. ഒപ്പം ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയായ രാജീവ് ചന്ദ്രശേഖരൻ മറുപക്ഷത്തേക്കുന്നു. എങ്ങനെയാണൊരു വ്യക്തിബന്ധം അദ്ദേഹത്തെക്കാളും എനിക്കുണ്ടെന്ന് ഞാൻ പറയാം. കാരണം ഈ തിരുമലൈ മേഖലയൊക്കെ പഴയ തിരുവനന്തപുരം നോർത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ അച്ഛൻ ഇവിടുത്തെ MLA ആയിരുന്നു. ഞാൻ ഈ നാട്ടിൽ പഠിച്ച് ജനിച്ച് വളർന്ന് കോളേജ് പഠിച്ച് തിരിച്ച് വന്ന് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്. എനിക്ക് അരുവിക്കര മണ്ഡലത്തിൻ്റെയൊക്കെ ഒരു ബോർഡർ പ്രദേശമായിട്ട് തന്നെ പറയാം. നല്ല ബന്ധങ്ങൾ ഇവിടെ എല്ലായിടത്തുമുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലെ ബന്ധങ്ങൾ എല്ലാം ധാരാളം ബന്ധങ്ങളുണ്ട്. അതോടൊപ്പം വളരെ ആക്റ്റീവായിട്ടുണ്ട് നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 5-6 വർഷം വളരെ ആക്റ്റീവായിട്ട് സിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വ്യക്തിബന്ധത്തിൻ്റെ ഒരു തൂക്കം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തോളം തന്നെ വ്യക്തിബന്ധം എനിക്കുണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. വലിയൊരു പണക്കൊഴുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒത്തിരി ഹോർഡിങ്സുകളുണ്ട്. ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളും ഹോർഡിംഗ് വിൽക്കാനുള്ള മത്സരമാണ്. എന്താ പറയുക, ലൈറ്റ് ഹോർഡിംഗ്, അത് ഇല്ലാത്ത കണക്കിലുള്ള 10, 2000, 3000 വലിയ ഹോർഡിംഗ് തന്നെയുള്ളൂ. പക്ഷെ അവരുടെയൊക്കെ എൻ്റെ തോന്നുന്നു ഹോർഡിങ്ങിലാണ്. പക്ഷേ എൻ്റെ മുഖം UDFൻ്റെ ചിഹ്നം ജനങ്ങളുടെ മനസ്സിലാണ്. സംവാദത്തിനൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ പിന്നെ സംവാദമൊന്നും നടന്നില്ല. ഇതൊക്കെ തട്ടിപ്പല്ലേ. ഒരുമിച്ചിരുന്ന് PM ശ്രീ പദ്ധതി ഒപ്പിട്ട മന്ത്രിയും അത് ഒപ്പിടാൻ പറഞ്ഞ ആളും കൂടെ ചേർന്നാണ് സംവാദത്തിന് പോകുന്നത്. സംവാദത്തിന് തയ്യാറാണ്. ഒരു സൈഡിൽ ശിവൻകുട്ടിയും ശ്രീ ചന്ദ്രശേഖരൻ ഒരുമിച്ച്, ഒരു സൈഡിൽ ഞാനും ജനങ്ങളും. ക്ലിയറാണ്. നേരത്തെ ഉൾപ്പെടെ LDF ഉന്നയിച്ച ആരോപണം കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോകുന്നുവെന്നാണ്. അത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാവുമോ ഈ മത്സരം? ഇത്തവണ എനിക്ക് LDF വോട്ടും BJP വോട്ടും കോൺഗ്രസിലേക്ക് വരും. ഇത്രയും കാലം നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന LDFകാരും BJPക്കാരും ഇലക്ഷൻ കഴിയുമ്പോൾ അവരുടെ വോട്ട് UDF അതെന്ന് അവർക്ക് മനസ്സിലാവും. ന്യൂനപക്ഷ വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാണല്ലോ. ഇപ്പോൾ FCRA വിഷയമൊക്കെ BJPക്ക് തിരിച്ചടിയാകും. തീർച്ചയായിട്ടും. ഈ കുന്നപ്പുഴ അടക്കമുള്ള മേഖലകൾ ധാരാളം പെന്തക്കോസ്റ്റൽ ചർച്ചുകളടക്കം ക്രിസ്ത്യൻ സഭകളും ധാരാളം സഹായം ചെയ്യുന്ന പ്രദേശമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് FCRA ബില്ലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കുക, ഈ ഭയപ്പാടിൻ്റെ രാഷ്ട്രീയമാണ് ഇവിടെ BJPയും ഒരർത്ഥത്തിൽ LDFും ചെയ്യുന്നത്. BJP ഭയപ്പെടുത്തും, ഭയാശങ്കകൾ പറഞ്ഞുകൊണ്ട് LDF വോട്ട് വാങ്ങിക്കാൻ നോക്കും. ഇവിടെ ജനങ്ങളെ മതവിഭാഗങ്ങളായിട്ട് കാണാതെ അവരെ മനുഷ്യരായി കാണുന്ന ഏക പ്രസ്ഥാനം UDF ആണ്, പ്രത്യേകിച്ച് നിയമത്തിൽ.